അടുക്കളയിൽ ചെന്നപ്പോൾ മൊട്ടക്കുട്ടന്മാർ സങ്കടത്തിൽ ഒറ്റയ്ക്കിരിക്കുന്നു. മൊട്ടക്കുട്ടന് വിഷമം. അപ്പം ഞാൻ കരുതി സവാള കൊച്ചേട്ടത്തെയും വെളുത്തുള്ളി കൊച്ചമ്മയും നമ്മുടെ സ്വന്തം ഇഞ്ചിക്കുട്ടനെയും പച്ചമുളക് ചേട്ടത്തെയും കൂടെ ഒരുമിപ്പിച്ച് ഇവർക്ക് കൂട്ടായിട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരെയും ഞാൻ തയ്യാറാക്കിയെടുക്കാൻ തുടങ്ങി. കുളിപ്പിക്കണ്ടേ? അങ്ങനെ അവരെല്ലാവരും അരിഞ്ഞ് സുന്ദരന്മാരായിട്ട് സുന്ദരികളായിട്ട് ഇരുന്നു. കഴുകി കുട്ടപ്പന്മാരാക്കി അങ്ങോട്ട് അരിഞ്ഞപ്പോൾ എന്താ സൗന്ദര്യം! കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ ദേ ഭൂകമ്പമായിട്ട് വന്നിരിക്കുന്നു നമ്മുടെ സ്വന്തം കടുകുമണി. അവിടെ അടുക്കള മൊത്തം ഭൂകമ്പം ഉണ്ടാക്കി. എന്തോ ഒരു ചറപറ പ്രശ്നമാരെന്ന് അറിയാവോ അവർ. അത് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കാൻ ഈ അരിഞ്ഞു വെച്ചവരെ എല്ലാം കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഷുറെന്നൊരു സൗണ്ട് കിട്ടും. അങ്ങനെ ഷൂ 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 എന്ന് സൗണ്ട് ഉണ്ടാക്കി അവരെല്ലാവരും അങ്ങോട്ട് ഒരുമിക്കാൻ തുടങ്ങി. ഉപ്പിന് ഭയങ്കര നാണം, അതുകൊണ്ട് ക്യാമറയുടെ മുമ്പിൽ വന്നില്ല. പക്ഷേ കറിവേപ്പില വരാൻ നേറ്റു, അതുകൊണ്ട് കറിവേപ്പില ഞാൻ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വയണ്ട് വന്നപ്പോൾ നമ്മുടെ മല്ലിച്ചേട്ടനെയും മുളക് പൊടി ചട്ടത്തിയെ ഇട്ട് കൊടുത്തു. മസാല ഇട്ടു, മഞ്ഞപ്പൊടിക്ക് വിഷമാവില്ലേ, അതിനെ ഇട്ട് കൊടുത്തു. അങ്ങനെ അവരെല്ലാവരും കൂടെ നല്ല ഒരുമയിലങ്ങോട്ട് ജീവിച്ചു. അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മുട്ടയെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ മുട്ടയുടെ സന്തോഷം കണ്ടു. അപ്പോൾ പുട്ടിന് വിഷമം. ഞാൻ ഒറ്റയ്ക്കായില്ലേ, എന്നെ ആർക്കും വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിനക്ക് ഒറ്റപ്പെടുത്തില്ല വേദന അറിയാവുന്ന ഒരാളെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറി അങ്ങോട്ട് വിളമ്പി. എങ്ങനെയുണ്ട് എൻ്റെ പുട്ടും മുട്ടക്കറിയും സ്റ്റോറി? ഇഷ്ടമായോ? അങ്ങനെ പുട്ടിൻ്റെ ഒരു കഷ്ണം എടുത്തു, ഇത്തിരി ചാറുമെടുത്ത് മുട്ടയും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരുമിച്ച് അങ്ങോട്ടൊരു പിടി പിടിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എങ്ങനെയുണ്ട് ചൂട് പാർന്ന പുട്ടുമുട്ടയും?